ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്, ഞാനിത് യൂസ് ചെയ്തിട്ടും കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാമ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോണത്. അപ്പോൾ പലർക്കും ഈ ഒരു ക്രീം അല്ലെങ്കിൽ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണതും ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ക്രീം ഉണ്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്ലോ തരുന്ന ക്രീം ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ മാമ വൈറ്റമിൻ സിന്റെ ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മാമ സൺസ്ക്രീനിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റും വാങ്ങിയത് കേട്ടോ. അപ്പം നല്ലതായിരിക്കും, നല്ല ഡ്രൈ സ്കിന്നൊക്കെ നല്ല ഗ്ലോ തരും, ഡ്രൈ സ്കിന്നിന് ഗ്ലോയും കിട്ടും, അതിനോടൊപ്പം നല്ല മോയ്സ്ചറൈസും ചെയ്യുമെന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് പറയണത് ചെറുതായിട്ടൊരു ഗ്ലോ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, മെയ്ഡ് ഇൻ സേഫ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ചേരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ടേർമറിക്കും ഉണ്ട്, വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയണത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയണത് 249 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയണത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നറൈഷ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റി ഈ പറയണതൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് പറ്റിയതാണ് ഈ ഒരു പ്രോഡക്റ്റ്? ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ഇവർ പറയണ പോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഞാൻ അപ്പം തന്നെ പൊട്ടിച്ചിട്ട് ഞാനത് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നത് ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിയിട്ടും ടേർമറിക്ക് നമ്മുടെ സ്കിന്നെ ഗ്ലോ കൊണ്ടുവരാനും ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് മെയിനായിട്ട് വാങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല സ്കിന്ന് നല്ല ചെറുതായിട്ടുള്ളൊരു ഗ്ലോ കൂടി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ 80 ഗ്രാം പ്രോഡക്റ്റിന് 249 റുപ്പീസാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രൈ ടു സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ. ചില സമയത്തൊക്കെ സെൻസിറ്റീവ് ആവും, ചില സമയത്ത് ഡ്രൈ ആവാറുണ്ട്, ചില സമയത്ത് ഓയിലൊന്നും ആവാറില്ല, മൂക്കിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സ്ട്രീം ഡ്രൈ ആവുന്ന സമയത്ത് വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ എക്സ്ട്രീം ആയിട്ട് ഡ്രൈ ആവുന്ന ഒരു സ്കിന്നും കൂടിയാണ് എൻ്റെ. അപ്പോൾ ഞാൻ ഇത് വിൻ്റർ സീസണിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്കിൻ ഡ്രൈ ആക്കൂല, അത്യാവശ്യം നല്ല ഗ്ലോവും തരുമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്പം തന്നെ ഞാനത് അപ്ലൈ ചെയ്തു കേട്ടോ. ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, സ്കിന്നിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തു. അതായത് മാമ എർത്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത സമയത്തൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ഗ്ലോയി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഫേസ് നന്നായിട്ട് വേർക്കാനായിട്ട് തുടങ്ങും. നമ്മളിപ്പോൾ AC യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ സാധാരണ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് വേർക്കാനായിട്ട് തുടങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ആദ്യം ഈ അപ്പർ ലിപ്പിലാണ് വേർപ്പ്, പിന്നെ അങ്ങനെ മൂക്കിലും നന്നായിട്ട് വേർക്കാനായിട്ട് തുടങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ സ്കിന്നിനെയൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്ലോയും തരുന്നുണ്ട്. പക്ഷെ വേർക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടില്ല, വേർത്തെല്ലാം പോകും. അപ്പോൾ ഈ പറയുന്ന ബെനിഫിറ്റ് ഒന്നും നമ്മുടെ ഫേസിന് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല കേട്ടോ. വേർപ്പിലൂടെ എല്ലാം പോയ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നും, ഫേസ് വേർക്കുന്നുണ്ടെങ്കിൽ വലിയ ഗുണമൊന്നും കിട്ടില്ല. എനിക്ക് നന്നായിട്ട് വേർക്കണ പോലെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തു. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ.
അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു. പിന്നെ എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഒരു 1 വീക്കൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തപ്പോഴും ചില സമയത്തൊക്കെ ഇച്ചിങ് ആണ് പോലെ, റെഡ്നെസ് ഇച്ചിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ, അതായത് വലിയ കുരുക്കളല്ല, ചെറിയ ചെറിയ കുരുക്കൾ, ഫേസിലൊരു ചെറിയ ചെറിയ കുരുക്കൾ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവാത്തത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ കുരുക്കൾ വന്നു എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ചെറിയ ചെറിയ കുരുക്കൾ വന്നാൽ തന്നെ ഞാൻ അപ്പം തന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുരുക്കൾ വരികയാണെങ്കിൽ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഞാനത് അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. വാങ്ങി ട്രൈ ചെയ്യാമല്ലോ, അപ്പോൾ ഇതുപോലെ റിവ്യൂസ് ഒക്കെ ഇടാമല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങി ട്രൈ ചെയ്യും. പക്ഷെ വാങ്ങി ട്രൈ ചെയ്തതിൽ എനിക്ക് വലിയ യൂസ്ഫുൾ ആവാത്തൊരു പ്രോഡക്റ്റാണ് ഈ ഒരു മമ-എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം. ഞാൻ പറഞ്ഞിട്ടുള്ള മമ-എർത്തിൻ്റെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു ക്രീം ഇട്ട് എങ്കിൽ നന്നായിട്ട് വേർത്ത് ഒലിച്ച് വല്ല എണ്ണമയം പോലെ ഇരിക്കും കേട്ടോ, ഇത് രണ്ടും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് പറ്റിയതാണോ വെച്ചാൽ ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ്. ഓയിലി സ്കിന്നിന് പറ്റിയതാണോ വെച്ചാൽ ഒട്ടും ചേരില്ല. അതിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ അത് ഒട്ടും ചേരില്ല കേട്ടോ നിങ്ങളുടെ സ്കിന്നിന്. ചിലർക്ക് ചിലപ്പോൾ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പകലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് ഗ്ലോ, ഒരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ വൈറ്റമിൻ സി ഉണ്ട്, ടെർമറിക് ഉണ്ട്, ഗ്ലോ തരും എന്നൊക്കെ പറഞ്ഞുള്ള വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടണ്ടേ. വേറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ടൊന്നും കിട്ടില്ലല്ലോ. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പുകച്ചൽ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ നമ്മുടെ സ്കിൻ ഇല്ലുമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഫേസിൽ നന്നായിട്ടൊരു അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പുകച്ചൽ പോലെ നമുക്ക് ആ ഒരു ഫേസിൽ ഒരു പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഞാൻ നിർത്താൻ കാരണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങളൊരു ഡാർക്ക് സ്കിൻ ടോൺ ആണ് എങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വേർക്കാണെങ്കിൽ ചെറുതായിട്ട് ഒരു വൈറ്റ് കാസ്റ്റും കൂടി തരുന്നത് കൊണ്ട് തന്നെ സ്കിൻ ഒരുമാതിരി വൃത്തികേടായ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് വൈറ്റ് കാസ്റ്റ് തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഫേസിൽ ഉണ്ടാവും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർവ് ഒക്കെ ആവും. ഇതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇരിക്കുന്നത്. ഈ ഒരു ക്രീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ചെറുതായിട്ട് വൈറ്റ് കാസ്റ്റ് തരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഫേസിൽ അപ്ലൈ ചെയ്താൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഇത് യൂസ് ചെയ്ത് പണി കിട്ടിയത് കൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർവ് ഒക്കെ ആവുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ട്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് എങ്കിൽ നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല ഡ്രൈനെസ് നന്നായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട്, ഡ്രൈനെസ് ഒക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുകാർക്ക് പറ്റില്ല. ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ മേ ബി ചിലപ്പോൾ കുരു വരാൻ ചാൻസ് ഉണ്ട്. വേർത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിലൊക്കെ പെടുകയാണെങ്കിൽ നല്ല എരിച്ചിൽ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ട് കണ്ണിൽ എവിടെയെങ്കിലും ആവുകയാണെങ്കിൽ ഈ കണ്ണിൻ്റെ ഇവിടെയൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ചെയ്ത് നല്ല എരിച്ചിൽ പോലെ ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ, നല്ല ഇലുമിനേറ്റിംഗ്, സ്കിൻ നന്നായിട്ടൊരു തിളക്കം വേണം, സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. കുഴപ്പമൊന്നും ഇല്ല. എനിക്കത് യൂസ് ചെയ്തപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയണത് കേട്ടോ. സോ ഇതാണ് എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയണത്. വേണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. പിന്നെ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് നല്ല ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ് പോകാൻ വേണ്ടിയിട്ടുള്ള ഫാർമസി പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനുള്ള ഫാർമസി പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ ഹോം റെമഡീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. അപ്പോൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് റിവ്യൂ ഒക്കെ നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൈസ പോയി കിട്ടും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.